ഞാൻ ഈ ഫേസ് വാഷിൽ നിന്ന് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അത്ര നല്ല റിസൾട്ടാണ് എൻ്റെ ഫേസിൽ എനിക്ക് തന്നത്. ആക്ച്വലി ശരിക്കും ഷോക്കിംഗ് റിസൾട്ട്സ് ആണ് എനിക്ക് ഈ ഫേസ് വാഷിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വീക്കായി. എൻ്റെ പിമ്പിൾസ് ശരിക്കും മാറ്റിയായിരുന്നു. അതോ ഇത് ഓവർ ഹൈപ്ഡ് ആണോ? ഹായ് ഓൾ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ബയോഡെർമ ജെൽ ഫേസ് വാഷിന്റെ റിവ്യൂ ആണ്. ഈ ഫേസ് വാഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആക്ച്വലി എൻ്റെ ഫേസിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടൈനി ഇങ്ങനെ ബംസ് പോലെ, ബ്രേക്ക്ഔട്ട്സ് പോലെ, കൊമഡോൺസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് വേണ്ടിയാണ് ഞാൻ ഈ ഫേസ് വാഷ് മേടിച്ചത്. ഇത് ആക്ച്വലി ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്. എൻ്റെ ആക്ച്വലി ഷോക്കിംഗ് റിസൾട്ട്സ് ആണ് എനിക്ക് ഈ ഫേസ് വാഷിൽ നിന്ന് കിട്ടിയത്. ഫേസിൽ ആക്നി ഒക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫേസ് വാഷ്, പിമ്പിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫേസ് വാഷ് മേടിച്ചത്. ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വീക്കായി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഇത് ഒരു ജെൽ ടൈപ്പ് ഫോയിമിങ്, ഒരുപാട് ഫോയിമിങ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പാരിസൺ വീഡിയോ ഫേസ് വാഷിൻ്റെ. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും താഴെയോ മുകളിലോ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല ജെൽ ടൈപ്പ് ഫോയിമിങ്, ഒരുപാട് ഫോയിമിങ്, സാധാരണ ഫേസ് വാഷിനെ പോലെ അല്ല, ഒരുപാട് ഫോയിമിങ് ടൈപ്പ്, നല്ലോണം പതയുന്ന, ഫോയിമിങ് എന്ന് വെച്ചാൽ നല്ലോണം പതയുന്ന ടൈപ്പ് ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഒരു വളരെ എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള, വലിയ അത്ര ഭയങ്കര മൂക്കിലോട്ട് അടിച്ചു കയറുന്ന ഒരു ടൈപ്പ്, ഒരു വല്ലാത്ത ഫ്രാഗ്രൻസ് ഒന്നും അല്ല, തലവേദന എടുക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഫ്രാഗ്രൻസ് ഒന്നും അല്ല. ഇത് നല്ല എന്താ പറയുക, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു സോപ്പിൻ്റെ ഒക്കെ ഫ്രാഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് നമ്മുടെ ഈ ബ്ലൂ കളർ പിയർ സോപ്പിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇത് തരുന്നത്. പിന്നെ ഇത് നല്ല ജെൽ ടൈപ്പ് ടെക്സ്റ്റിന് വളരെ കുറച്ച് എടുത്താൽ മതി, നല്ലോണം ഇത് പതയും. ഇപ്പോൾ നിങ്ങൾ ഫേസിൽ നെക്കിനും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം. ബട്ട് ഇപ്പോൾ ഞാൻ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ഫേസ് വാഷ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതാണ് ഈ ഫേസ് വാഷിൻ്റെ ടെക്സ്ചർ. ബട്ട് ഇത് നല്ലോണം പതയുന്ന ഒരു ഫേസ് വാഷാണ്. ബാക്കിയുള്ള ഫേസ് വാഷിനെ പോലല്ല. ബാക്കി സിമ്പിൾ ആണെങ്കിലും നമ്മുടെ ഡെർമാബയോ ഹൈഡ്രോ ക്ലെൻസർ ആണെങ്കിലും, അല്ലെങ്കിൽ ജെന്റൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ്, ഫേസ് വാഷ് ഉള്ളത് ക്ലെൻസേഴ്സ് ആണെങ്കിലും അതുപോലെ അത് അത്ര ഫോയമിങ് ആയിരിക്കില്ല. അതിനേക്കാൾ ഒരുപാട് ഫോയമിങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണത്. ഇതാണ് ഈ ഫേസ് വാഷിൻ്റെ ടെക്സ്ചർ. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലോണം ഒരു ഫോയമിങ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. പിന്നെ ഒരു ബ്ലൂ കളർ ടെക്സ്ചറാണ്. ഇതാണ് എൻ്റെ ടെക്സ്റ്റ്. ഈ ഫേസ് വാഷ് നമ്മുടെ ഫേസിലെ ഓയിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ആണ്. സിങ്ക് സൾഫേറ്റ് നമ്മുടെ ഫേസിലെ എക്സസ് ഓയിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. പിന്നെ കോപ്പർ സൾഫേറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ 2 ഇൻഗ്രീഡിയൻസും ക്ലെൻസിങ് ഏജൻസ് ആണ്. നമ്മുടെ സ്കിൻ അധികം ഡ്രൈ ആക്കാതെ സൂക്ഷിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഞാനിത് 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. 1 വീക്കായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് തന്നത് എൻ്റെ ഫേസിൽ. ആക്ച്വലി എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ചിന്ന ഏരിയ, പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ ഒരുപാട് കുഞ്ഞു കൊമഡോൺസ്, കുഞ്ഞു ബംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 90% അത് മാറിയിട്ടുണ്ട്. നേരത്തെ എൻ്റെ ഫേസ് ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്. ഇത്ര യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി ഈ ഭാഗത്തെയും ഒക്കെ കുഞ്ഞു കൊമഡോൺസ് എല്ലാം മാറി, എല്ലാം ശരിക്കും വാനിഷ് ചെയ്തതെന്ന് തന്നെ പറയാം. എല്ലാം കംപ്ലീറ്റ്ലി മാറി. ആകെ ഇനിയുള്ളത് ഇവിടെ മാത്രം ഈ ചിന്നേറിയ ഒരു 3-4 കുഞ്ഞു പിമ്പിൾസ് ഉണ്ട്. ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഇത്രയും റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ര ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് തന്നെ. ഞാൻ വിചാരിച്ചു സാധാരണ ഫേസ് വാഷിലെ പോലെ തന്നെ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു. ബട്ട് 1 വീക്കിനുള്ളിൽ തന്നെ, വിത്തിൻ 1 വീക്ക് എടുത്തില്ല, വിത്തിൻ 1 വീക്ക്, ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് എന്താ പറയുക, ഓയിലി സ്കിന്നും ആക്നി പ്രോൺ സ്കിന്നും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇത് നല്ല റീഫ്രഷിംഗ് ആണ്. പിന്നെ എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യും. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ്. ഇത് അത്ര വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ അത്ര വേർത്ത് അല്ല. ബിക്കോസ് ഇതിൻ്റെ
100 ml 800 റുപ്പീസാണ് ഇതിന് തന്നെ. അത്ര എക്സ്പെൻസീവ് അല്ല, അത്ര വർത്ത് അല്ല, സോറി, ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മുടെ ഫേസിൽ വലിയ വലിയ ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു കുഞ്ഞു കോംഡൗൺസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന്, വലിയ വലിയ ആക്നി ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇത് സെൻസിറ്റീവ് സ്കിന്നിന് ഒട്ടും സ്യൂട്ട് ആവില്ല ഈ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള, ഇത് ആക്ച്വലി അത്ര വർത്ത് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് അല്ല. ബിക്കോസ് 100 ml 800 റുപ്പീസ് സംതിങ് ആണ് വരുന്നത്. ഇത് ഭയങ്കര നഷ്ടമാണ്, നോക്കുവാണെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ആക്നി ഉണ്ടെങ്കിൽ, ഒരുപാട് വലിയ ആക്നീസ് പോവാൻ ചാൻസസ് വളരെ കുറവാണ്. കുഞ്ഞു കുഞ്ഞു കോംഡൗൺസ് ആണെങ്കിൽ പെട്ടെന്ന് പോകും, ബട്ട് വലിയ വലിയ ആക്നി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാനിതിപ്പോൾ റീപർച്ചേസ് ചെയ്യുമോ, ഇതൊന്നുകൂടെ മേടിക്കുമോ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ മിക്കവാറും ചെയ്യില്ല. ബിക്കോസ് എൻ്റെ ആക്നി ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാനിത് റീപർച്ചേസ് ചെയ്യില്ല. ബിക്കോസ് ഇത് ഒരുപാട് നഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ വൺ ടൈം പർച്ചേസിനാണെങ്കിൽ, ലൈക്ക് കുഞ്ഞു കുഞ്ഞു കോംഡൗൺസ് പോകാനാണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. വലിയ വലിയ ആക്നി പോകുമെന്ന് ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല, അത് എനിക്ക് വരാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള, ഇത് ഓയിലി സ്കിന്നും ആക്നി പ്രോൺ സ്കിന്നും ബെസ്റ്റ് ആയിരിക്കും. വലിയ ആക്നി ഉള്ളവർക്ക് ഒരുപാട് സമയം എടുക്കും. കുറച്ച് കുഞ്ഞു കുഞ്ഞു കോംഡൗൺസ് ആണെങ്കിൽ ചിലപ്പോൾ 1 വീക്ക് കൊണ്ട്, ചിലപ്പോഴല്ല ഉറപ്പായിട്ടും 1 വീക്ക് കൊണ്ട് ഒരു 90% നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. ആരെങ്കിലും ഈ ബയോഡെർമ ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസോ ബാഡ് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.